രാവിലെ ഇന്ന് ടിഫിന് കൊടുത്തു വിടാനായിട്ട് പാസ്ത ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വന്നതിന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് പാസ്ത ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം ഞാൻ ആ വെള്ളം ഊറ്റിയിട്ട് കുറച്ച് നോർമൽ വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. അന്നേരം പശപ്പൊന്ന് മാറി കിട്ടും. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ സവാള ഇട്ടൊന്ന് കുറച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ക്യാരറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം. ബീൻസ്, കാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം ചേർക്കാം. പിന്നീട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സ്വല്പം ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ടൊമാറ്റോ സോസിനൊന്നും ഒരു കണക്കില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി മയോണൈസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാമേ. ഇതിലേക്ക് ഞാൻ വെന്ത പാസ്തയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഇപ്പം തിളച്ച് വരാറായിട്ടുണ്ട്. ഇപ്പോൾ പോൾമോന് 2 ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഒരു ബ്രേക്കിൽ പാസ്തയും ഒരു ബ്രേക്കിൽ ബ്രെഡും ശ്രീകണ്ഠൂടി ഇങ്ങനെ തേച്ച് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ അവൻ്റേതൂടെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ചായ എടുക്കട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നെല്ലാം പെട്ടെന്ന് ചെയ്തതിന് ശേഷം ഇന്ന് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് പ്രോൺസ് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടണം. അപ്പോൾ ഞാൻ ഇന്നൊരു ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചട്നി പോലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് കറിവേപ്പില, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് എനിക്കിത് വേറൊരു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സവാളയൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനിയും ടൊമാറ്റോയുടെ ചേർക്കാം. ടൊമാറ്റോ അരിയുമ്പോൾ നീളത്തിലായിരിക്കണം അരിയണേ. ഇപ്പോൾ ടൊമാറ്റോയുടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് അടച്ചൊന്നും കൊടുക്കണ്ട, അങ്ങനെ തുറന്നിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം പ്രോൺസ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അത് വന്ന് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്തത്. എന്നിട്ടത് വെന്ത് വന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ച്. അപ്പം കടയിൽ നിന്ന് അവർ ഇതിൻ്റെ പുറത്തെ നൂലെടുത്ത് മാറ്റിയിട്ടാണ് തന്നത്. പക്ഷേ ഇതിൻ്റെ അടിവശത്തൂടെ ഒരു നൂലുണ്ട്. അതുകൂടെ ഞാൻ അതെല്ലാത്തിൻ്റെ ഒന്ന് എടുത്തിട്ടുണ്ട്. കടക്കാർ പറയുമോ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർ പുറത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാനാണെങ്കിൽ അത് ആ അടിവശത്തെയും നൂല് ഇളക്കിയെടുത്ത് അതിനുശേഷം ഞാനിത് ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ ഇടും. അപ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോവും. എന്നിട്ട് നന്നായി കഴുകി വാരിയെടുക്കും. എന്നിട്ട് പിന്നെ മസാല പുരട്ടി കുറച്ച് നേരം വെക്കും. അതിനുശേഷം വറുത്തെടുത്തിട്ട് അച്ചാറിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ടൊമാറ്റോ ആണെങ്കിൽ ഞാനൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ആ പാത്രം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ചാറൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.